ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, നവയുഗം സാംസ്കാരിക വേദി ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നവയുഗത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 3 വർഷമായി അൽഹസ മേഖലയിലുണ്ടായിരിക്കുന്ന വൻപിച്ച മുന്നേറ്റത്തിൻ്റെ ഒരു തുടക്കം കൂടിയാണ്. ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഈ പ്രദേശത്ത് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഒരു സംഘടന എന്ന നിലയിൽ നവയുഗത്തിനു കഴിഞ്ഞിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാതെ തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചവറ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായിരിക്കും. അദ്ദേഹത്തിന് നവയുഗം സാംസ്കാരിക മേഖല അൽഹസ മേഖലാ കമ്മിറ്റിയുടെയും നിങ്ങൾ ഓരോരുത്തരുടെ പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം ശേഖരിച്ച് ഇവിടെ ഇട്ടിട്ടുള്ള പ്രമുഖ പ്രവാസി സാഹിത്യകാരൻ ജോസഫ് അതിരങ്കലാണ്. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് റിയാദിൽ നിന്ന് നമ്മൾ വാഹനം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് വേണ്ട, എക്സ്പെൻസീവാണ്. ആയതിനാൽ ട്രെയിനിൽ തന്നെ വളരെ ബുദ്ധിമുട്ടി അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ അൽഹസ മേഖലയിലെ എല്ലാ പ്രവാസികളുടെയും ഒരു അത്താണിയായി മാറിയിട്ടുള്ള നാസർ മദനി സാഹിബാണ്. അദ്ദേഹമാണ് ഈ യോഗത്തിന് ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നവയുഗം അൽഹസ മേഖലാ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. മറ്റ് മലയാളം ന്യൂസ് മുഖ്യ ലേഖകൻ സൈബ് വളാനൂരാണ്. അദ്ദേഹം ഉടനെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. മറ്റാശംസാ പ്രസംഗം നടത്തുന്നതിനു വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ലിസമ്മ ഫ്രാൻസിസ്, കിൻഫാദ് ഹോസ്പിറ്റൽ ഓഫ്താൽമോളജിസ്റ്റ് മേധാവി ഡോക്ടർ ശിവ, കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി KR അജിത്, ജീവകാരുണ്യ പ്രവർത്തകൻ ഷാജി മതിലകം, നവയുഗം മേഖലാ കമ്മിറ്റി ജീവകാരുണ്യ വിഭാഗത്തിൽ നമ്മളിന്ന് ആദരവ് അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുള്ള മഞ്ജു മണിക്കുട്ടൻ, നവയുഗം കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ഉണ്ണി പൂച്ചെടിയിൽ, മറ്റ് കേന്ദ്ര കമ്മിറ്റിയുടെ വിവിധ നേതാക്കന്മാർ, കേന്ദ്ര കമ്മിറ്റി മേഖലാ കമ്മിറ്റിയുടെ അൽഹസ മേഖലാ കമ്മിറ്റിയുടെ ചാർജുള്ള സഖാവ് MA വാഹിദ്, വനിതാ വിഭാഗം പ്രവർത്തകർ, അതിൻ്റെ ചുമതലക്കാർ, എല്ലാവർക്കും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, അടുത്തതായി ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുമ്പായി നവയുഗത്തെക്കുറിച്ച് ആമുഖമായി 2 വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാം. നവയുഗം സാംസ്കാരിക വേദി സാംസ്കാരിക രംഗത്ത് മാത്രമല്ല, അതിലുപരിയായി ജീവകാരുണ്യ രംഗത്തും ഏറെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ന് മാറിയിരിക്കുന്നു. വളരെ ചുരുക്കം ചിലർ ചേർന്ന് നിരവധി വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊടുത്ത ഈ പ്രസ്ഥാനം ഇന്ന് അനസ്യൂതം വളരുകയാണ്. ആയിരക്കണക്കിന് മെമ്പർമാരുള്ള, 100 കണക്കിന് യൂണിറ്റ് കമ്മിറ്റികളുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനമായി നവയുഗം ജീവകാരുണ്യ പ്രസ്ഥാനം ഇന്ന്
സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികളുടെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ഈ പ്രസ്ഥാനം പ്രവാസ ലോകത്തിന് സംഭാവന ചെയ്ത എണ്ണിയാലൊടുങ്ങാത്ത ജീവകാരുണ്യ പ്രവർത്തകർ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് സ്വന്തമായിട്ടുണ്ട്. അവരെല്ലാം പ്രവാസ സമൂഹത്തിന് എന്നും ഒരു കൈത്താങ്ങായി തന്നെ നിലകൊള്ളുന്നു. എടുത്തു പറയുവാനുണ്ടായിരുന്ന ഞങ്ങളുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായിരുന്ന സഖാവ് സഫിയ അജിത്ത് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മോടൊപ്പമില്ല. സഫിയ അജിത്ത് കാട്ടിത്തന്ന വഴിയിലൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തകർ അവർ കാണിച്ചു തന്ന ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ച പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള നിരവധി പേർ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഗുണം ഈ പ്രവാസ ലോകത്തിന് ജാതി മത ദേശഭാഷ വ്യത്യാസമില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ഞാൻ നവയുഗത്തെക്കുറിച്ച് പറയുന്നില്ല. ആധികാരികമായി പ്രസംഗിക്കാൻ കഴിവുള്ളവർ നിരവധി പേർ ഇന്ന് ഈ വേദിയിൽ സന്നിഹിതരാണ്. എന്നാൽ വളരെ വിസ്താരമായി ഒരു പ്രസംഗം നടത്തി വർണ്ണശബളമായ ഈ സാംസ്കാരിക സന്ധ്യയുടെ നിറം കെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ വേഗം ഈ സമ്മേളനം അവസാനിപ്പിച്ച് ഈ പരിപാടികൾ അവതരിപ്പിച്ച് ഈ സമ്മേളനം പിരിയേണ്ടതുള്ളതുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ഈ ഉദ്ഘാടകനെക്കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാൽ ചിലപ്പോൾ അത് അധികപ്പറ്റാവും. പ്രവാസികളുടെ ഹൃദയം തൊട്ടറിഞ്ഞ പ്രവാസികളുടെ സ്വന്തം എഴുത്തുകാരൻ, പത്തനംതിട്ട സ്വദേശിയായ ശ്രീ ജോസഫ് അതിരിങ്കൽ സാർ. അദ്ദേഹത്തെ ഞാൻ വ്യക്തിപരമായി പരിചയപ്പെടുന്നത് ഏകദേശം 1 വർഷം മുമ്പാണ്. ദമാമിൽ വെച്ച് ഒരു പൊതുചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകവും എനിക്ക് കിട്ടി, ഇണയന്ത്രം. അദ്ദേഹം തന്നെ ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയുമായിരിക്കും. ഞാൻ കൂടുതൽ അദ്ദേഹത്തെ പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പ്രവാസികളുടെ ഹൃദയം തൊട്ടറിഞ്ഞ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിലെ ഒരു വാചകം ഞാൻ കടമെടുത്ത് പറയുന്നു. ആറ്റിറമ്പത്ത് നട്ടു വളർത്തിയ ഒരു വലിയ വൃക്ഷം പോലെ. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. വെള്ളവും വളവും വെളിച്ചവും ഒക്കെ ആവശ്യത്തിന് സ്വീകരിച്ച് വളരെ കരുത്തോടെ പടർന്ന് പന്തലിച്ച് ഏവർക്കും തണലും താങ്ങുമായി നിൽക്കുന്ന ഒരു മഹാവടവൃക്ഷം. അതുപോലെ പ്രവാസ സമൂഹത്തിന് താങ്ങും തണലുമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സഹയാത്രികനായ ബഹുമാന്യനായ എഴുത്തുകാരൻ ശ്രീ ജോസഫ് അതിരിങ്കൽ സാറിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി ഞാൻ ആദരപൂർവ്വം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അത്യന്തം ആദരണീയനായ അധ്യക്ഷൻ സഖാവ് രാജീവ് ചവറ, എന്നെ ഇവിടേക്ക് ക്ഷണിച്ച സഖാവ് വാഹിദ്, സഖാവ് ഹുസൈൻ, ഉണ്ണി പൂച്ചെടിയിൽ, ഷാജി മതിലകം, കെ ആർ അജിത്ത് ഇബ്രാഹിം തുടങ്ങി വേദിയിലിരിക്കുന്ന നാസർ മദനി തുടങ്ങിയിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം. നവയുഗം സാംസ്കാരിക വേദി ഇവിടെ സംഘടിപ്പിക്കുന്ന പൂനിലാവ് 2015 പങ്കെടുക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നവയുഗം സാംസ്കാരിക വേദിയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ജീവകാരുണ്യ രംഗത്ത് നവയുഗം നടത്തിയിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ ഈ അവസരത്തിൽ ആദ്യമേ ഞാൻ സഫിയ അജിത്തിനെ ഓർക്കുന്നു. അർബുദത്തിൻ്റെ കരാളഹസ്തങ്ങൾ, അർബുദത്തിൻ്റെ തീക്ഷ്ണമായ രോഗശയ്യയിലായിരുന്നപ്പോഴും ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹജീവികളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട സഖാവ് സഫിയ അജിത്ത്. ഒരുപക്ഷെ പലരെയും നമ്മൾ വിശുദ്ധരാക്കി പ്രഖ്യാപിക്കുന്ന ഒരു പതിവുണ്ട്.
ചില പ്രത്യേക മതങ്ങളിലൊക്കെ. ഇതിൽ പരം വിശുദ്ധമാർന്ന ഒരു ജീവിതം നമുക്കിവിടെ കാണാൻ കഴിയും. സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു വലിയൊരു സേവനം പ്രവാസികളുടെ ഇടയിൽ. പിശക്കുന്നവന് മുമ്പിൽ ഈശ്വരന് പോലും അപ്പമായിട്ട് മാത്രമേ പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്നൊരു ചൊല്ലുണ്ട്. പട്ടിണി കിടക്കുന്നവന്റെ മുമ്പിൽ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ മുന്നിലേക്ക് ചെല്ലണമെങ്കിൽ ഈശ്വരന്റെ രൂപത്തിൽ മാത്രമേ കഴിയൂ. ഇവിടെ തടവറകളിൽ, പണിയിടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുടെ ജീവിതം, അവരുടെ മോചനത്തിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട സഫിയ അജിത്ത്, അവർ തെളിച്ച പാതയിലൂടെ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സഖാവ് മഞ്ജു മണിക്കുട്ടൻ. ജീവകാരുണ്യ രംഗത്ത് മാത്രമല്ലല്ലോ, അധ്യക്ഷൻ പറഞ്ഞതുപോലെ സാംസ്കാരിക രംഗത്ത്, കലാസാംസ്കാരിക രംഗത്ത് നവൈകം നടത്തുന്ന ഇടപെടലുകൾ. ഞാൻ ഇവിടെ 4:30 കൂടി വന്നതാണ്. ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ മിക്കതും കണ്ടു. എത്ര മനോഹരമായിട്ടാണ് അവർ പാടുന്നത്. അവർക്ക് നാട്ടിലെ പോലെ യുവജനോത്സവ വേദികളിലൊന്നും പാടാനുള്ള ഒരു സൗകര്യമില്ല. അവർ ഈ വേദിയിൽ നിന്ന് പാടുന്നു, അതിമനോഹരമായി പാടുന്നു. അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നതിൽ, അൽഹസയിലുള്ള മലയാളികളെ മലയാള ഭാഷയോടും സംസ്കാരത്തോടും അടുപ്പിക്കുന്നതിൽ നവയുഗം വഹിക്കുന്ന പങ്ക് അത് വലുതാണ്. ഏത് ദൂസര സന്ദർഭങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത യുഗത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധി എന്നാണ് കവിവാക്യം. മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും. ഇതാണ്. എവിടെയൊക്കെ നിങ്ങൾ പുലർന്നുകൊള്ളൂ. നമ്മുടെ കാർഷിക സംവിധാനത്തിലുള്ള തകർച്ച കൊണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, പലവിധ കാരണങ്ങൾ കൊണ്ട്, സാമൂഹ്യപരമായുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടവനാണ് മലയാളി. നിങ്ങൾ അയ്യപ്പ പണിക്കർ എന്നുള്ളൊരു കവിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അയ്യപ്പ പണിക്കർ പറഞ്ഞത്, മലയാളി താമസിക്കുന്ന ഒരിടം മാത്രമാണ് കേരളമെന്നാണ്. മലയാളി താമസിക്കുന്ന ഒരിടം, അത് മാത്രമേ കേരളമാകുന്നുള്ളൂ. ബാക്കിയുള്ള മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, യൂറോപ്പിൽ, അമേരിക്കയിൽ, ഗൾഫിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാള കൂരകൾ തീർത്ത് മലയാളത്തിൻ്റെതായ ഒരു ഭൂമിക ഇവിടെ ഈ അൽഹസയിലും നവോദയ തീർക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭാഷയോടും നമ്മുടെ സംസ്കാരത്തോടും അടുപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള സംഘടനകൾ ചെയ്യുന്ന വലിയൊരു സേവനം, അത് ഞാൻ എടുത്തു പറയുകയാണ്. നിങ്ങൾക്കറിയുമോ, ഒരു നൂറ്റാണ്ടിനുള്ളിൽ ലോകത്തിലുള്ള 7000 ഭാഷകളിൽ 90% മരിച്ചു പോകും. ലോകത്തുള്ള 7000 ഭാഷകളിൽ 90% ഒരു നൂറ്റാണ്ടിനുള്ളിൽ മരിച്ചു പോകും. ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ. വടക്കൻ അമേരിക്കയിലെ ഓറിഗോൺ എന്ന് പറയുന്ന സ്ഥലത്തൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. പത്രവാർത്തകളിൽ കുറച്ചു നാളുകൾ മുമ്പ് വന്നതാണ്. ആ മുത്തശ്ശി സംസാരിക്കുന്ന ഭാഷ കാരുക എന്നുള്ളൊരു ഭാഷയായിരുന്നു. ആ മുത്തശ്ശിയുടെ മരണത്തോടു കൂടി കാരുക എന്ന് പറയുന്ന ഭാഷ നിൽക്കുകയാണ്. ഭാഷയുടെ മരണം, ജരാനരകൾ ബാധിച്ച് ഭാഷ മരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പുതിയ കാലത്ത്, 90കൾ മുതൽ തുടങ്ങിയിട്ടുള്ള ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പുതിയ കാലത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന് മാത്രം മനസ്സിലാക്കുക. അധീശവർഗത്തിന്, അധികാരവർഗത്തിന്, മൂലധന താല്പര്യങ്ങൾക്ക് വിധേയമായ രീതിയിലുള്ള ഇംഗ്ലീഷ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്,
മൂലധന താല്പര്യത്തിൻ്റെ ഭാഷ, മൂലധന സംസ്കാരങ്ങളുടെ, മൂലധന ക്രയവിക്രയങ്ങളുടെ ഭാഷയായ ഇംഗ്ലീഷ് ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്തുമ്പോൾ ചെറിയ ചെറിയ ഭാഷകൾ നശിച്ചു പോകും. അധിനിവേശത്തിൻ്റെ സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഭാഷകൾ മരിച്ചു പോകും. ഒരു ഭാഷ മരിക്കുമ്പോൾ നിങ്ങൾക്കറിയുമോ, ഒരു സംസ്കാരമാണ് മരിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളാണ് മരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കണം, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നവയുഗം ഒരുക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. മലയാള ഭാഷയുമായി അടുപ്പിക്കണം. 70% കുട്ടികളെങ്കിലും പഠിക്കാത്തൊരു ഭാഷ മരിച്ചു പോകുമെന്നാണ് യുനെസ്കോയുടെ കണ്ടെത്തൽ. യുനെസ്കോ ഫെബ്രുവരിയിൽ മാതൃഭാഷാ ദിനം ആചരിക്കുന്നു. 70% പുതിയ തലമുറയെങ്കിലും പഠിക്കാത്ത ഭാഷ മരിച്ചു പോകും. ഹീബ്രു എന്ന് പറയുന്ന ഒരു ഭാഷ യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഭാഷയാണ് ഹീബ്രു. UK സമർത്ഥമായി സംസാരിച്ചിരുന്ന ഭാഷയാണ്. 70-80% ആളുകൾ ഒരു കാലത്ത് വെൽഷ് എന്ന് പറയുന്ന ഭാഷ സംസാരിച്ചിരുന്നു. സംസ്കൃതം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം. പുതിയ അധിനിവേശ സംസ്കാരങ്ങളുടെ കാലത്ത്, പുതിയ മൂലധന തൽപ്പാരങ്ങളുടെ കാലത്ത് നമ്മുടെ ഒരു കൊച്ചു ഭാഷ 3.5 കോടി ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. ആ ഭാഷ നിലനിൽക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരുമാകാം, മലയാളിക്ക് മലയാളിയാകാനേ കഴിയൂ. മലയാളിക്ക് ഒരിക്കലും ഒരു അറബി ആവാനോ, ഫ്രാൻസിൽ പോയി ഫ്രഞ്ചുകാരനാവാനോ, അമേരിക്കയിൽ പോയി അമേരിക്കക്കാരനാകാനോ ഒക്കെ ആയാലും അവൻ്റെ ഉള്ളിൽ അവൻ ആത്യന്തികമായി മലയാളിയാണ്. മലയാളം പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ചൊല്ലുകൾക്ക്, ഒരു ഭാഷ നിലച്ചു പോകുമ്പോൾ ഒത്തിരി സംസ്കാരങ്ങൾ, നമ്മൾ സ്വപ്നം കാണുന്നത് പോലും ഭാഷയിലാണ്. മാതൃഭാഷയിൽ മാത്രമേ ഒരാൾക്ക് സ്വപ്നം കാണാൻ കഴിയൂ. നമ്മുടെ നദികളെക്കുറിച്ചുള്ള നമ്മുടെ ചൊല്ലുകൾ, നാട്ടു പഴഞ്ചൊല്ലുകൾ, സംസ്കാരങ്ങൾ, ഇതെല്ലാം ഒരു ഭാഷ കൂടി നിലനിന്ന് പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മാതൃഭാഷയും സംസ്കാരവുമായി അടുപ്പിക്കുന്നതിൽ ഇതുപോലുള്ള സംഘടനകൾക്ക് വലിയൊരു പങ്കുണ്ട്. നാട്ടിൽ നിന്ന് വന്നു പോകുന്ന പലരും നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുത്തിട്ട് പ്രവാസികൾ ചെയ്യുന്ന വലിയ സേവനത്തെക്കുറിച്ച് പറയാറുണ്ട്. മലയാളം നശിക്കാതിരിക്കുന്നതിന് മാതൃഭാഷയോടുള്ള അഗാധമായ പ്രേമം, അതെല്ലാം പ്രവാസികൾക്കുള്ളതാണെന്ന് പലരും പറയാറുണ്ട്. പ്രവാസികളെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്താറുണ്ട്. പ്രവാസികൾ മലയാള ഭാഷയോട്, സംസ്കാരത്തോടും കാണിക്കുന്ന ആ ഒരു വലിയൊരു സ്നേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ശരിയാണ്, പ്രവാസികൾ അത് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നാട്ടിലുള്ള ആരെക്കാളിലും പ്രവാസികൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രവാസികളുടേതായിട്ടുള്ള സങ്കടങ്ങൾ, വേദനകൾ എന്തെല്ലാമാണെന്നുള്ളതാണ്. ഓൾവേസ് ഐ വുഡ് ലൈക്ക് ടു വാക്ക് ഇൻ റെയിൻ സോ ദാറ്റ് nobody can see me, I am crying എന്ന ചാർലി ചാപ്ലിൻ്റെ ഒരു വചനമുണ്ട്. എല്ലായ്പ്പോഴും ഞാൻ മഴയത്ത് നടക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ, ആ മഴയത്ത് നടക്കുമ്പോൾ ഒരാളും ഞാൻ കരയുന്നതായി കാണുന്നില്ല എന്നാണ്. ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ പ്രവാസികൾ അവരുടേതായിട്ടുള്ള നിരന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നവരാണ്. പ്രവാസത്തിൻ്റെ അനന്തമായിട്ടുള്ള അവൻ്റെ വേദനകളെയും സങ്കടനങ്ങളെയും ഇനിയും ആവിഷ്കരിക്കേണ്ടതായിട്ടാണുള്ളത്. നമ്മുടെ ഒരു കാലം എന്നുള്ളത് വളരെയേറെ സങ്കീർണമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത കാലത്ത് എം മുകുന്ദൻ ഒരു കാര്യം പറയുകയുണ്ടായി. മലയാളി ഒരിക്കലും ഒരു യുദ്ധത്തിൻ്റെ കെടുതികളിലൂടെ, അതിൻ്റെ മഹാസങ്കടങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. ഒരു യുദ്ധത്തിൻ്റെ കെടുതികളിൽ കൂടെ, അതിൻ്റെ മഹാസങ്കടങ്ങളിൽ കൂടി കടന്നു പോയിട്ടില്ല. അയലൻ കുർദിനെ പോലെ നമ്മുടെ ഒരു കുട്ടി നടുക്കടലിൽ വീണ് മരിച്ചിട്ടില്ല. പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തുകൊണ്ട് മലയും പുഴയും താഴ്വാരങ്ങളും താണ്ടി എവിടേക്കെങ്കിലും പോകേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നിട്ടില്ല. അവൻ മലയാളി എന്നും വൈകുന്നേരം TV മുന്നിൽ ഇരുന്നു കൊണ്ട്, ഭാര്യയും കുട്ടികളും ഒക്കെ ആയി ഇരുന്നു കൊണ്ട് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് TV സീരിയലിൽ കണ്ട് രസിക്കുന്നു. എത്രയോ ഭാഗ്യവാന്മാരാണ് മലയാളികൾ എന്ന് എം മുകുന്ദൻ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. വാസ്തവത്തിൽ അതിൽ വലിയൊരു ശരിയുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ വലിയ വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന,
ലോകത്തെങ്ങും ഹിംസ എന്നുള്ളത് വല്ലാതെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. 2015 ആശാൻ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടി സിറിയൻ കവി അഡോണിസ് എന്ന കവി നാട്ടിലെത്തി. 2015 ആശാൻ പ്രൈസ് സിറിയൻ കവി അഡോണിസിനായിരുന്നു. അഡോണിസ് അദ്ദേഹത്തിൻ്റെ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന ഒരു കാര്യം, മനുഷ്യനെ തിന്നുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നുള്ളതാണ്. മനുഷ്യനെ വേട്ടയാടുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. മനുഷ്യൻ പുരോഗമനവാദിയാണെന്ന് പറയുന്നു, പക്ഷേ ശിലായുഗത്തിലെ വേട്ടയാടുന്ന മനുഷ്യനേക്കാളിലും കഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു മനുഷ്യനെയാണ് പുരോഗമനവാദിയായിട്ടുള്ള മനുഷ്യനിൽ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ ടെക്നോളജികൾ വർദ്ധിക്കുന്നുണ്ട്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തുന്നു. ചൊവ്വയിൽ താമസിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള അകലങ്ങൾ കുറഞ്ഞു വരുന്നു. പക്ഷേ മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധം, മനുഷ്യനും അടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന, അയൽവക്കത്ത് താമസിക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു ബന്ധം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അഡോണിസ് എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ കവി പറഞ്ഞത് വളരെ പണ്ട് 15-ാം നൂറ്റാണ്ടിൽ പൂന്താനം തൻ്റെ ജ്ഞാനപ്പാനയിൽ വളരെ മനോഹരമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പൂന്താനം പറഞ്ഞത്, എന്തിനിങ്ങനെ നമ്മൾ കലഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത് തമ്മിൽ കാണുന്ന ഈ ഒരു ഇടവേളയിൽ നമ്മൾ എന്തിന് കലഹിക്കുന്നു എന്നുള്ളതാണ്. പൂന്താനം പറഞ്ഞ ജ്ഞാനപ്പാനയിലെ വരികളാണ്, പൂന്താനം പാടിയ ജ്ഞാനപ്പാനയിലെ വരികളാണ്. മതേതരത്വത്തിൻ്റെതായിട്ടുള്ള വലിയൊരു മഹത്വചനമാണത്. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ എവിടെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ആളുകൾ, നമ്മുടെ സമുദായത്തിൻ്റെ സംഘടന, പൊതു ഇടങ്ങൾ വല്ലാതെ കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്താണ് പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത്? എല്ലാ മനുഷ്യരും ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരും ഒത്തുചേർന്നിരിക്കുന്ന ഇടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. നാരായണ ഗുരുവാണ്, ശ്രീനാരായണ ഗുരു, നവോത്ഥാന നായകനായ നാരായണ ഗുരുവാണ് പറഞ്ഞത്, സംഘടന കൊണ്ട് ശക്തരാകൂ എന്ന്. SNDP പ്രസ്ഥാനം 1903 ആരംഭിച്ചതിന് ശേഷമാണ് മറ്റെല്ലാ സംഘടനകളും നമ്മുടെ നാട്ടിൽ ഉദയം കൊള്ളുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സംഘടനകൾ കൊണ്ട് ശക്തരാകുമെന്ന് പറയുമ്പോഴും ഈ സംഘടനകൾ കൊണ്ട് ശക്തരാവുന്നത് മതജാതി വർഗീയ സംഘടനകളാണ് എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ. നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പം അതിനകത്ത് മറ്റൊരു സമുദായത്തിൻ്റെ, മറ്റൊരു മതത്തിൻ്റെയോ മറ്റൊരു ജാതിയുടെയോ ആളുകൾ പലപ്പോഴും കാണില്ല എന്നുള്ളതാണ്. നമ്മുടെ സമുദായത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ കുറിക്കുന്നു എന്നുള്ളതാണ്. മതത്തിനപ്പുറം, ജാതികൾക്കപ്പുറം മനുഷ്യത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട്, മാനവികതയിൽ വിശ്വസിച്ചുകൊണ്ട് ഒന്നിച്ചു ചേരുന്ന, മനുഷ്യനെ മറ്റുള്ളവൻ്റെ വാക്കുകൾ സംഗീതം പോലെ കേൾക്കാൻ കഴിയുന്ന ഇടങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ നവയുഗത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെ ഇത്രമാത്രം ശ്ലാഘിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം മതത്തിൻ്റെ പേരിൽ എന്തുമാത്രം ക്രൂരതകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഹിംസ ഒരു വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. എവിടെയും ഏറ്റുമുട്ടലുകളിൻ്റെ കാലമാണ്. ആരാണ് വലിയവൻ, ആരാണ്